വിൻസെന്റ് വിദേശകാര്യ വിദഗ്ധൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലും ഒരു സംയമനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യ ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് നടത്തി, പ്രഖ്യാപനം നടത്തി. അത് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ശ്രമിക്കുന്ന രീതിയിലേക്കായിരുന്നു നമ്മൾ ആ അനൗൺസ്മെന്റ് നടത്തിയത്. പാകിസ്ഥാൻ തന്നെ നേരിട്ട് ഇങ്ങോട്ട് ഇടപെട്ടുള്ള നമ്മുടെ വെടിനിർത്തൽ കരാർ ഉറപ്പിക്കുന്നു വീണ്ടും. പക്ഷെ അതിൻ്റെ സ്പഷ്ടമായ നഗ്നമായ ലംഘനം ഈ രാത്രിയിൽ നടക്കുകയാണ്. എത്രത്തോളം ഗൗരവമേറിയതാണ്. ഒരു BS ജവാൻ കൊല്ലപ്പെട്ടു, വീരമൃത്യു വരിച്ചു എന്ന് കൂടി ആഡ് ചെയ്യുകയാണ്. അതെ, ഇപ്പൊ ഇന്ത്യ മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശശിയായി എന്ന് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ട്വീറ്റ് എന്താണ്? ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ എന്നാണ്. മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനെ അദ്ദേഹം അഭിനന്ദിച്ചു. എന്തുകൊണ്ടാണ്? ഫോർ ഷോയിങ് കോമൺ സെൻസ് ആൻഡ് ഗ്രേറ്റ് ഇന്റലിജൻസ്. എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. ഇന്ത്യയിലുള്ള സകല മനുഷ്യർക്കും അറിയാം, നിരന്തരമായ കരാർ ഉണ്ടാക്കുകയും എല്ലാ കരാറിൽ നിന്നും പരമാവധി ബെനിഫിറ്റ് എടുത്തതിനു ശേഷം അത് നിരന്തരമായി ലംഘിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. അതാണ് പാകിസ്ഥാന്റെ ചരിത്രം എന്ന് ആർക്കാണ് അറിയാത്തത്? ഈ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും പാഠം ഇന്ത്യ പഠിച്ചിട്ടുണ്ടോ എന്നത് മാത്രമേ ഇപ്പോൾ വിഷയമുള്ളൂ. അത് പഠിച്ചിരിക്കണം. ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നതാണ് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്നൊക്കെ പണ്ട് പറയാറുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇതില് വളരെ സവിശേഷമായി നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ കാശ്മീർ പിടിച്ചെടുക്കുക എന്നതാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ലക്ഷ്യം എന്നത് എന്തുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയപ്പെടാതെ പോകുന്നത്? യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് കുറെ ഭീകരവാദം കയറ്റി അയക്കുന്നത് മാത്രമല്ലല്ലോ, അവര് പാകിസ്ഥാൻ പിടിച്ചെടുക്കുകയാണ്, കാശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളത്. കാശ്മീർ മുസ്ലിങ്ങളുടേതാണ്, അവിടെ ഹിന്ദുക്കൾ വേണ്ട എന്നാണ് അവിടുത്തെ സ്ത്രീകളുടെ മുന്നിൽ വെച്ച് ഹിന്ദു പുരുഷന്മാരെ വെടിവെച്ച് കൊന്നിട്ട് മോദിയോട് പോയി പറയൂ എന്ന് പറഞ്ഞതിനർത്ഥം. അല്ലാണ്ട് കേരളത്തിൽ വന്നിട്ട് ഹിന്ദു സ്ത്രീകളെ അവർ വെടിവെച്ച് കൊന്നില്ലല്ലോ, അവര് പഞ്ചാബിൽ പോയി വെടിവെച്ച് കൊന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് കാശ്മീരിൽ വന്ന ഹിന്ദുക്കളെ കൃത്യമായി വേർതിരിച്ചവർ വെടിവെച്ച് വന്നത്? കാരണം എന്താ വെച്ചാൽ അവരാഗ്രഹിക്കുന്നത് 97% വരുന്ന കാശ്മീരിൽ മുസ്ലിങ്ങൾ മാത്രം മതി. അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായി മാറണം. അതിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ സൈനിക നീക്കം നടക്കുന്നതും നിരന്തരമായി LOCയിൽ വെടിവെക്കുന്നതും LOC കടന്ന് ഇന്ത്യയിലേക്ക് ടെററിസം കയറ്റി അയക്കുന്നതും. ഇത് ടെററിസത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധം മാത്രമായി കാണുന്നതിലെ തന്ത്രപരമായ പാളിച്ചയില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അല്ലാണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് കുറെ തീവ്രവാദികളെ കയറ്റി അയച്ച് അവർ പോയിട്ട് പൊട്ടി തകർന്ന് കുറെ ആളുകളെ കൊന്നോട്ടെ, അത് കണ്ട് രസിക്കുക എന്ന ലളിത സമവാക്യമാണോ പാകിസ്ഥാനുള്ളത്? ഇന്ത്യ ഡിഫെൻഡ് ചെയ്യുന്നത് എന്തിനാണെന്നും ഇന്ത്യ നടത്തുന്ന യുദ്ധത്തിന്റെ നൈതികതയും ധാർമ്മികതയും നമുക്കറിയാം. പക്ഷേ നമ്മൾ പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് പാകിസ്ഥാൻ എന്തിന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു എന്നത് ആലോചിക്കണം. അത് കാശ്മീർ പിടിച്ചെടുക്കാൻ തന്നെയാണ്, ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കേന്ദ്രീകരിച്ചിട്ട് പുതിയ തരത്തിലുള്ള ഒരു യുദ്ധമുഖം സ്ട്രാറ്റജിക് ആയിട്ടും തന്ത്രപരമായും നമുക്ക് മുന്നോട്ട് നീക്കാൻ സാധിക്കണം. അവിടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതില് സൗദി അറേബ്യ മധ്യസ്ഥം വഹിച്ചാലും അമേരിക്ക മധ്യസ്ഥം വഹിച്ചാലും ലോകത്തിലെ ഏത് രാജ്യം മധ്യസ്ഥതയ്ക്ക് വന്നാലും അതൊക്കെ നമുക്ക് മാന്യമായി സ്വീകരിക്കാം. പക്ഷേ ഇന്ത്യയുടെ താല്പര്യം, നമ്മുടെ ലക്ഷ്യം, അതിൽ കാട്ടുകേട്ട വ്യത്യാസമില്ലാതെ നമ്മളുടെ സകല ലക്ഷ്യങ്ങളും നേടാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ഇതാണ് ഈ സന്ദർഭത്തിൽ വരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇത് ലംഘിക്കില്ല എന്ന് കണ്ടിട്ടാണോ നമ്മൾ വെടിനിർത്തൽ കരാറിലേക്ക് പോയത്? 5 മണിക്ക് നിലവിൽ വന്ന വെടിനിർത്തൽ. വളരെ സന്തോഷത്തോടു കൂടിയാണ് വാർത്ത നമ്മൾ കേട്ടത്. എന്തായാലും ഒരു യുദ്ധത്തിന്റെ ഭീകരത അറിയുന്ന നമുക്ക് ഇത് നിന്നുപോയല്ലോ, സന്തോഷം. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് വീണ്ടും എസ്കലേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നിരന്തരമായ റിസീവിംഗ് എൻഡിൽ നിൽക്കണോ ഇന്ത്യ? തന്ത്രപരമായിട്ടും നൈതികമായിട്ടും ഡിപ്ലോമാറ്റിക് ആയിട്ടും എപ്പോഴും റിസീവിംഗ് എൻഡിൽ തന്നെ നിൽക്കണോ എന്ന് തീരുമാനിച്ചുറപ്പിക്കാൻ ഒരു നല്ല അവസരം കിട്ടിയിരിക്കുകയാണ്. അത് ചരിത്രപരമായി പരിശോധിച്ച് അതിലൊരു തീരുമാനമെടുക്കാൻ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ പി ജെ വിൻസെന്റ്.